വെൽക്കം ടു ലുബീസ് കിച്ചൺ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസി റെസിപ്പിയാണ് ചിക്കൻ മയോണൈസ് പാൽ. ഇത് ഭയങ്കര ടേസ്റ്റുള്ള റെസിപ്പിയാണ്, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു 300 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇപ്പം എല്ലൊന്നും ഇല്ലാതെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിക്കാൻ വെക്കണം. വേവിക്കുന്ന സമയത്ത് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കുക്കറിലാണ് വേവിക്കുന്നത്. അപ്പോൾ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി പുറത്തേക്ക് വരും. അപ്പോൾ ആ വെള്ളം മതിയാവും. അപ്പോൾ നമുക്കിത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് വേവിക്കാൻ വെക്കുകയാണ്. അപ്പം ചിക്കൻ ഇപ്പോൾ നിങ്ങളുടെ കുക്കറിൽ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2 വിസിലിനൊക്കെ കുക്കാവുന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം. എനിക്കിപ്പോൾ ഒരു 2 വിസിൽ കൊണ്ട് തന്നെ നന്നായിട്ട് കുക്കായി കിട്ടും. ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്താൽ മതി. ഇതുപോലെ നല്ല വൃത്തിയായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വലിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് കുക്കാക്കുന്നതെങ്കിൽ വെന്തതിന് ശേഷം എടുത്ത ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് പിച്ചിയിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ടിട്ടാണ് വേവിക്കാൻ വെച്ചത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി വേണ്ടത് സവാളയാണ്. 2 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. പിന്നെ ക്യാപ്സിക്കം ഞാൻ ഓറഞ്ച് കളറും റെഡ് കളറും എടുത്തിട്ടുണ്ട്. അതും വളരെ കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, അതും വളരെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ഇപ്പോൾ നിങ്ങൾക്ക് ഏത് കളർ വേണമെങ്കിലും എടുക്കാം. ടേസ്റ്റ് ഒന്നും വ്യത്യാസം വരില്ല. അപ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ടുവെന്നേ ഉള്ളൂ. പിന്നെ വേണ്ടത് ചിക്കൻ നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ അതുപോലെ ഇതിൻ്റെ പുറത്തേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് പിടിപ്പിക്കണം നമ്മളിട്ട ചിക്കനൊക്കെ. അപ്പോൾ അതിന് മുമ്പായിട്ട് ഞാൻ പച്ചമുളകും കൂടെ ചേർക്കുവാണ്. ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. ഒരു വലിയ പച്ചമുളക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല വൃത്തിയായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നല്ല മുളകിൻ്റെ എരിവൊക്കെ എല്ലാ സ്ഥലത്തും ആകുന്നവരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ഏകദേശം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർത്തത് 1 ടീസ്പൂൺ പെപ്പർ പൗഡറാണ്. പിന്നെ 1 ടീസ്പൂൺ ചില്ലി പൗഡർ. അപ്പോൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. ഇതിപ്പോൾ അത്യാവശ്യം എരിവിന് വേണ്ടിയിട്ടേ ഉള്ളൂ. കുരുമുളകും അതുപോലെ മുളക് പൊടിയും പച്ചമുളകൊക്കെ ആകുമ്പോൾ അത്യാവശ്യമുള്ള എരിവ് കിട്ടും. ഇനി ഇതെല്ലാം കൂടി ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് മുളക് പൊടിയൊക്കെ എല്ലാ ഭാഗത്തും ആകുന്നവരെ മിക്സ് ചെയ്യണം. നമ്മളിതിന് പ്രത്യേകിച്ച് ഇനി വഴറ്റിയെടുക്കാനൊന്നും പോകുന്നില്ല. ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചിക്കനിൽ ഉപ്പിട്ടാണ് കുക്ക് ചെയ്തത്. അപ്പോൾ അതനുസരിച്ച് മാത്രമേ ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ. ഇനി വേണ്ടത് മയണൈസാണ്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയണൈസാണ്. മയണൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി ഞാൻ ഇതിനു മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമായവർ അതൊന്ന് നോക്കിയിരിക്കണം. അപ്പം മയണൈസ് ഉണ്ടാക്കുമ്പോൾ നല്ല കട്ടിക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ലൂസാക്കിയുള്ള മയണൈസ് ആണെങ്കിൽ നമ്മളിത് ഫില്ലിങ് വെക്കുമ്പോൾ ഇതൊക്കെ ഒലിച്ച് പോയിട്ട് ആ ബോൾസൊക്കെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ല വീട്ടിലുണ്ടാക്കിയെടുക്കുന്നവർ നല്ല കട്ടിക്ക് നല്ല തിക്കായിട്ടുള്ള മയണൈസ് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന തിക്കായിട്ടുള്ള മയണൈസ് യൂസ് ചെയ്താലും മതി. അപ്പോൾ മയണൈസിലിട്ട് നല്ല വൃത്തിയായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. നല്ല മയണൈസിൽ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കണം എല്ലാം കൂടിയിട്ട്. അപ്പോൾ ഇതെല്ലാം നല്ല മിക്സായിട്ട് നല്ല വന്നിട്ടുണ്ട്. ആ മയണൈസിൻ്റെ ഒരു സ്റ്റിക്കി സ്ട്രക്ചറൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. ഞാനിപ്പോൾ ബ്രെഡ് എടുത്ത് അതിൻ്റെ അരികുകളൊക്കെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബ്രെഡ് എടുക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് ബ്രെഡ് എടുത്ത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് പൊടിച്ചതാണിത്. നമ്മൾ കട്ട് ചെയ്യുന്ന അരികുകൾ വെച്ച് പൊടിച്ചെടുത്താലും മതി, അത് തന്നെ മതിയാവും. ഇനി ഈ ബ്രെഡ് ഓരോന്നായിട്ടെടുത്ത് ഇതുപോലെ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കണം. ഞാനിപ്പം ചൂടാക്കി തണുപ്പിച്ച വെള്ളത്തിലാണ് മുക്കിയെടുത്തത്. ഈ മുക്കിയെടുത്ത ബ്രെഡിലേക്ക് നമ്മുടെ ഫില്ലിങ് മധ്യത്തായിട്ടൊന്ന് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ 4 സൈഡിൽ നിന്നും ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങനെ ബോളാക്കി കൊടുക്കണം. അപ്പം ഇതിൻ്റെ ഫില്ലിങ് അകത്തിരിക്കുന്ന രീതിയിൽ വേണം ഇതുപോലെ ബോളാക്കാൻ. നനവുള്ളത് കൊണ്ട് തന്നെ നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്താൽ മതി. നല്ല പ്രസ്സായിട്ട് നന്നായിട്ട് ഇരിക്കും. അപ്പം സോഫ്റ്റ് ബ്രെഡാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ. കുറച്ച് ഹാർഡ് ബ്രെഡൊക്കെ വാങ്ങിച്ചാൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മളിങ്ങനെ ഉരുട്ടുന്ന സമയത്ത് അതിൽ നിന്നുള്ള അധികമുള്ള വെള്ളമൊക്കെ പുറത്ത് പോവും. ഇനി ഇതുപോലെ ബ്രെഡിൻ്റെ പൊടിയിലിട്ട് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്താൽ മതി. നമ്മളിങ്ങനെ ഒന്ന് റോൾ ചെയ്തെടുക്കുമ്പോൾ തന്നെ ബ്രെഡിന് നല്ല ആ ബോൾസിന് നല്ല ഷേപ്പും കിട്ടും. അതുപോലെ എല്ലാം ബ്രെഡിൽ പൊടിയിൽ മുക്കിയെടുത്തതാണ്. ഇപ്പം നന്നായിട്ട് കുറേ ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ ഞാനിപ്പം ഓയിൽ ചൂടാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് കുക്ക് ചെയ്യേണ്ടത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ്.
അപ്പോൾ നന്നായിട്ട് ക്രിസ്പി ആയിട്ട് കിട്ടുള്ളൂ. അതുപോലെ ഒരുപാട് നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇതിൻ്റെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും. പിന്നെ അകത്തുള്ള ചിക്കനൊക്കെ നമ്മൾ കുക്ക് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. പിന്നെ ആ സവാളയൊക്കെ ഒരു പകുതി ഒരു കുക്കായ രീതിയിലായിരിക്കും കിട്ടുന്നത്. അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ തന്നെയാണ് ടേസ്റ്റ്. ഇതിപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമ്മുടെ ചിക്കൻ മയണൈസ് ബോൾ റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലുബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ഫോളോ ചെയ്തേക്കണേ. താങ്ക്